നമ്മൾ ഇന്ന് സോയ ചങ്ക്സ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സോയ ചങ്ക്സ് ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും അത് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള സാധനം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനാവശ്യം നമുക്ക് ഒരു 250 ഗ്രാം സോയ ചങ്ക്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ വെള്ളത്തിയിട്ട് നല്ല ചൂട് വെള്ളത്തിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വിനീഗറും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഈ വിനീഗറും ഉപ്പും വിനീഗർ ഇടുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, പിന്നെ ഒരു മുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും മാത്രമാണ്. പിന്നെ ഇതിനാവശ്യമുള്ള കുറച്ച് ഇച്ചിരി തൈരും കൂടി വേണം. തൈരും കുറച്ച് അതിൻ്റെ മസാലയും വേണം. ഈ സോക്ക് ചെയ്ത ചങ്ക്സ് ഞാനിവിടെ വെള്ളം തോരാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുക. നമുക്ക് ഇനി ഇതിന് ആവശ്യമുള്ള മസാലകൾ എന്താണെന്ന് നോക്കാം. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, അതെന്ന് വെച്ചാൽ 1/2 ടീസ്പൂണോളം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും, ഇതും ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. നമുക്ക് ഇതിന് ആവശ്യം ഇനി കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ വേണം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം മൈദ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിക്കരുത്, നമ്മൾ അതിന് കുറച്ച് തൈരും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം കേടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ഈ സോയ ചങ്ക്സ് നല്ലോണം പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ ആ വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ആ ഒരു ഇത് മാറാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നല്ലോണം മസാല പിടിക്കാനും വേണ്ടിയാണ്. കണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇതെടുക്കുക കേട്ടോ. നമ്മൾ നല്ലോണം ഇത് മിക്സായി എല്ലായിടത്തും ഇത് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വേണ്ടിയുള്ള പാത്രം നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലോ വേണമെങ്കിൽ നമുക്ക് സാധാ വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് എണ്ണ പിടിക്കത്തില്ല സാധനങ്ങൾക്ക്. സോ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. പാൻ ചൂടായ നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ചൂടായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും മുളകും കൂടി എണ്ണയിലോട്ട് ഇച്ചിരി വറുക്കാം. അപ്പോഴത്തേക്കും എണ്ണയ്ക്ക് ഒരു ചെറിയ ടേസ്റ്റ് വരും. എണ്ണയ്ക്ക് ആ ഒരു നമ്മൾ കുക്ക് ചെയ്യുന്ന എണ്ണയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് മുളക് ആഡ് ചെയ്യുന്നത്. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ ഈ മുളകും അരിഞ്ഞു വെച്ച മുളകും ഈ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യും. നമുക്ക് ഈ ഇത് കുറച്ചൊക്കെ നമുക്ക് മാറ്റി അങ്ങ് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് സോയ ചങ്ക്സ് ഇടാം. കണ്ടോ, കുറച്ചായിട്ട് കൊടുക്കുക. കണ്ടോ, ഇതൊക്കെ നമുക്കൊരു ഹാഫാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിരിക്കുന്നത്, ഈ ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമുക്കിത് ചെറിയ ഒരു മീഡിയം സൈസ് ഫ്ലെയിമിൽ ഇട്ട് ഞാൻ ഇത് ഫ്രൈ ചെയ്യുക. നമുക്കിതങ്ങ് മൊരിഞ്ഞോ പോകണ്ട, ഒരു ചെറിയ ലൈറ്റ് നമുക്കൊരു കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്കിത് തിരിച്ചിടാം.
ഇതിൻ്റെ ഒരു കളർ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലോട്ട് മാറുമായിട്ടുണ്ടോ. അപ്പോഴത്തേക്ക് ഇതങ്ങ് മറിച്ചിടാം നമുക്ക്. നമ്മുടെ നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ പരുവായിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ഞാനിത് മാറ്റുക, ഇതിൻ്റെ അകത്തോട്ടേക്ക് കോരുക. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഇതിലാണ് ഞാനിത് വറുത്ത് കോരി എടുക്കുക. അപ്പം അങ്ങ് മൊരിഞ്ഞു പോയാൽ നമുക്ക് കഴിക്കാനൊരു ഫ്ലഷി ഇത് കിട്ടത്തില്ല. നമുക്കിതിൻ്റെ കുഞ്ഞ് വലിയൊരു സോയ ചങ്ക്സ് വേണമെങ്കിലും എടുക്കാം. ബട്ട് അതൊന്ന് നമുക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ഇടത്തില്ലയോ, ആ ടൈമിൽ ഇത് നമുക്ക് രണ്ടായിട്ട് മുറിച്ചോ രണ്ടോ മൂന്നോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് മുറിച്ചെടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാം. ഞാൻ അപ്പം ഇത് വറുത്ത് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. കണ്ടോ, നമ്മളിവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെറിയ ഓയിലൊക്കെ കണ്ടൻറ്റൊക്കെ ഉള്ളത് ഈ ടിഷ്യൂ പേപ്പർ പിടിച്ചെടുക്കാം. നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ വറുത്തെടുക്കാം. ഇത് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് ആണ്. നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ്. നമുക്ക് മീൻ കറി ഇല്ലെങ്കിലോ മീനില്ലെങ്കിലോ എല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ ബിഗിനേഴ്സിനൊക്കെ വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കൊന്നും അറിയാത്തവർ, ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവർക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.